നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക തൃപ്രയാർ സഹോദര പരിപാലന യോഗത്തിന്റെ ഗുരുസ്പർശം സ്മരണിക പ്രകാശനം ചെയ്തു. മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ ഡോക്ടർ BR അംബേദ്കർ സ്മൃതി പുരസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് സമ്മാനിക്കും. അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക തൃപ്രയാർ സഹോദര പരിപാലന യോഗം പുറത്തിറക്കിയ ഗുരുസ്പർശം സ്മരണികയുടെ പ്രകാശനം കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. യുക്തിയോടുകൂടി ദൈവദർശനം കേരളത്തെ പഠിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന് ആലങ്കോട് പറഞ്ഞു. നാട്ടിക തൃപ്രയാർ സഹോദര പരിപാലന യോഗത്തിന്റെയും ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെയും ചരിത്രം എന്നതിലുപരിയായി ഇത് മണപ്പുറത്തിന്റെ ഒരു ചരിത്ര ഇതിഹാസ രേഖയാണ്. ഈ മണപ്പുറം ഒരു കാലം തൊട്ടുകൂടാത്തവരും തേടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരും കെട്ടുപാടുള്ളവരും പാടില്ലാത്തവരുമായി മഹാഭൂരിപക്ഷം ജനതയെ ഒരു പിടി സവർണ സമൂഹം അകറ്റി നിർത്തിയിരുന്ന അത്യന്തം മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാലഘട്ടത്തിൽ ഏതോ ക്രൂരമായ അധികാര വാഴ്ചയുടെ മുഖക്കീഴിൽ നിന്ന് ആത്മാഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പോരാടിയ ഒരു ജനതയുടെ 105 വർഷത്തെ സമര ചരിത്രത്തിന്റെയും സഹന ചരിത്രത്തിന്റെയും ഇതിഹാസമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഗുരുസ്പർശം 105. ഇവിടെ ഈ പ്രസംഗം അവസാനിപ്പിക്കുക പറയാനുള്ള വാസ്തവത്തിൽ ഈ 105 വർഷം ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളൊക്കെ ആ കാലത്ത് 105 വർഷം മുമ്പ് 5000 രൂപ വീതം സംഭാവന ചെയ്ത ആളുകൾ. PK സുഭാഷ് ചന്ദ്ര മാസ്റ്റർ സ്മരണിക ഏറ്റുവാങ്ങി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ AV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. മേജർ പ്രൊഫസർ CN വിശ്വനാഥൻ മുഖ്യാതിഥിയായി. CK സുഹാസ്, NAP സുരേഷ് കുമാർ, CP രാമകൃഷ്ണൻ മാസ്റ്റർ, TK ദയാനന്ദൻ, സുരേഷ് ഇയാനി, ബൈജു ഇയാനി കോറോത്ത്, അംബിക ടീച്ചർ, ഷിറാസ് കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് HSS വാർഷികാഘോഷം നടത്തി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ അധ്യാപകരൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം ഇപ്പോൾ അധ്യാപകർക്കൊക്കെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ശമ്പളം ലഭിക്കും. അവർക്ക് കൃത്യമായി സർക്കാർ നേരിട്ട് ശമ്പളം നൽകുന്ന ഒരവസ്ഥയുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ടൊക്കെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മാനേജർ പറഞ്ഞാൽ പൊക്കോളൂ. അതുകൊണ്ട് തന്നെ മാനേജറുടെ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് നേരം ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന നില വരെ പഴയ കാലത്ത് അധ്യാപകർക്കുണ്ടായി. കടുത്ത പട്ടിണി അനുഭവിച്ച അധ്യാപകരുണ്ടായി. പട്ടിണി സഹിക്ക വയ്യാണ്ട് സ്കൂളിൽ പഠിക്കാൻ വന്ന കുട്ടിയുടെ ചോറ് മോഷ്ടിച്ചിരുന്ന അധ്യാപകന്റെ കഥ പ്രസിദ്ധമാണ്. അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായി. ഇന്ന് നല്ല പെൻഷനും നല്ല ശമ്പളവും നല്ല ജീവിത സുരക്ഷിതത്വവും ഒക്കെയുള്ള ഒരു തലത്തിലേക്ക് കേരളത്തിലെ അധ്യാപകരെ മാറ്റിയെടുക്കുന്നതിന് PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട് അധ്യക്ഷനായി. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഫാദർ സജു വടക്കേത്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ ഉപഹാര സമർപ്പണവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഉഷ പുരുഷോത്തമൻ സമ്മാനദാനവും നടത്തി. പ്രധാന അധ്യാപകൻ സോജൻ PK, ഹൈസ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി NP, സൗമ്യ രമേഷ്, സബീന മുഹമ്മദ്, രണദേവ് E, പോൾസൺ PR, സിസ്റ്റർ ഫ്ലിമിയ തെരേസ FCC,
വിരമിക്കുന്ന അധ്യാപകരായ ഷാജി ടി ജോസഫ്, ആനി CF, സ്റ്റാഫ് സെക്രട്ടറി ടോണി തോമസ് A എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ 24-25 തീയതികളിൽ നടക്കുന്ന പൊതുപരീക്ഷയുടെ നാട്ടിക ഡിവിഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃശൂർ വാടാനപ്പള്ളി നാട്ടിക ഉൾക്കൊള്ളുന്നതാണ് ഡിവിഷൻ പരിധിയിലെ റേഞ്ചുകൾ. 64 മദ്രസകളിൽ നിന്ന് 5, 7, 10, 12 ക്ലാസുകളിലായി 69 സെന്ററുകളിൽ വെച്ച് 1316 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഡിവിഷൻ കേന്ദ്രമായ വലപ്പാട് ബാബുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിൽ വെച്ച് വിദ്യാഭ്യാസ ബോർഡ് സൂപ്രണ്ട് മുഹമ്മദ് അൻവർ റഹ്മാനി സൂപ്പർവൈസർമാർക്ക് പരിശീലനം നൽകുകയും പരീക്ഷയുടെ സാമഗ്രികൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് കൂടിയ യോഗം ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നാട്ടിക റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് തഖിയുദ്ദീൻ യമാനി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റേഞ്ച് ജനറൽ സെക്രട്ടറി VP ഉസ്മാൻ വാഫി അധ്യക്ഷനായി. നാട്ടിക റേഞ്ച് സെക്രട്ടറി PP മുസ്തഫ മൗലവി ആമുഖ പ്രഭാഷണം നടത്തി. വാടാനപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് അബ്ദുൽ കരീം ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുഹമ്മദ് ജാബിർ ബാഗവി, AA ജാഫർ മാസ്റ്റർ, വാടാനപ്പള്ളി റേഞ്ച് സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഫൈസി, വലപ്പാട് പുത്തൻപള്ളി മഹല്ല് ഖത്തീബ് റഫീഖ് ഖാസിമി, NK സുബൈർ മുസ്ലിയാർ, പുത്തൻപള്ളി മഹല്ല് പ്രസിഡന്റ് സുലൈമാൻ ഹാജി, സെക്രട്ടറി നസീർ വലപ്പാട് എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ വന്ന് ഓരോരുത്തരും ചെയ്യേണ്ടത് ഐഡന്റിറ്റി കാർഡ് ഒപ്പ് വെക്കലാണ്. നിങ്ങളുടെ കമ്മിറ്റിയുടെ ഒപ്പത്തിനുണ്ടാവില്ല. അങ്ങനെ സാക്ഷ്യപത്രം അതവിടെ സ്വീകരിച്ചു. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഐഡന്റിറ്റി കാർഡ് ഒപ്പ് വെക്കാത്തവരുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് എന്നെ കണ്ട് ഒപ്പിടിച്ചിട്ടേ പോകാവൂ. അവസാനം വന്ന ആളുകളുണ്ടാവുമായിരുന്നു. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പകരം വന്ന ആളുകളാണ്. നിങ്ങൾ കമ്മിറ്റിയുടെ എഴുത്തുമാണ് നമ്മളതൊക്കെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ എഴുത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡീഷണൽ ഇങ്ങനെ പകരം വരുന്ന ആളുകൾക്കുള്ളതായ ഒരു ഫോം. മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ ഡോക്ടർ BR അംബേദ്കർ സ്മൃതി പുരസ്കാരം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് സമ്മാനിക്കും. 15,000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയുമാണ് പുരസ്കാരം. ജനുവരി 31 വലപ്പാടുള്ള നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് ഹാളിൽ വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് CC മുകുന്ദൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമിതിയുടെ മറ്റു പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മികച്ച സാമൂഹ്യ പ്രവർത്തകൻ പ്രവാസി വ്യവസായി ബിജു പുളിക്കൽ, മികച്ച വ്യവസായ സംരംഭകൻ സഞ്ജീവ് കുന്നുങ്ങൽ, മികച്ച അധ്യാപകരായി CK ബിജോയ്, PS സൈനുദ്ദീൻ, മികച്ച കർഷകനായി സജീവൻ രാമൻ എന്നിവരാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. ഇവർക്ക് 10,000 രൂപയും മൊമന്റോയും നൽകും. ചടങ്ങിൽ ഭക്ഷ്യദാന കിറ്റുകൾ ET ടൈസൺ MLA, ചികിത്സാ സഹായം VR സുനിൽകുമാർ MLA, പുസ്തകങ്ങൾ ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമി എന്നിവർ വിതരണം ചെയ്യും. സമിതി ഭാരവാഹികളായ ലാൽ കച്ചില്ലം, PSP നസീർ, ബിജോയ് PS, മണികണ്ഠൻ KS എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു പദ്ധതി നമ്മുടെ മേഖലയിൽ നാട്ടിക മണ്ഡലത്തിൽ നമ്മൾ നടപ്പാക്കണമെന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ 14ാം വാർഷികമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ആലോചിച്ചിട്ട് അതിൻ്റെ വാർഷികം കൊണ്ടാണ് ആലോചിച്ചിട്ടുള്ളത്. ആ വാർഷികവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വന്നതിൻ്റെ സമാധാനം നടത്തും. ഏറ്റവും ഫസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ച 15,000 രൂപ, 10,001 രൂപ അത് കൈമാറുമായി. മലർവാടി ബാലസംഘം സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ബാല ചിത്രരചന മത്സരത്തിന്റെ ഭാഗമായി നാട്ടിക ഏരിയ തല മത്സരം പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ നടന്നു. നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി ഏകദേശം 500ഓളം കുട്ടികൾ പങ്കെടുത്തു. മലർവാടി നാട്ടിക ഏരിയ കോർഡിനേറ്റർ ബഷീറിന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലർവാടി രക്ഷാധികാരി മുഹമ്മദ് സാലിഹ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ഷിയാദ് മജീദ് വിജയികളെ പ്രഖ്യാപിച്ചു. ഇമേജ് സലീം, നിതിൻ തളിക്കുളം, മോഡൽ ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ സൈനുദ്ദീൻ മാഷ്,
നിസിറാബി ടീച്ചർ, മലർവാടി വനിതാ കോർഡിനേറ്റർ സാബിറ ടീച്ചർ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പാരന്റിംഗ് ക്ലാസ്സിന് ബഷീർ ചാലിശ്ശേരി, യാസ്മിൻ എടശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. വേദിയിൽ മലർവാടി തയ്യാറാക്കിയ കൂട്ട് എന്ന വീഡിയോ ആൽബത്തിന്റെ റിലീസിംഗും പ്രദർശനവും നടന്നു. നമ്മുടെ മക്കളിലുള്ള കഴിവ് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ഓരോ പരിപാടിയിലും പങ്കെടുപ്പിക്കണം. ഇത്രമാത്രമേ പറയുന്നുള്ളൂ, അധികമൊന്നും പറയുന്നില്ല. എന്തായാലും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഇനി നാളേക്കുള്ള നമ്മളുടെ നല്ല നാളുകള് നമ്മുടെ നാടിനു വേണ്ടി നല്ലത് ചെയ്യാനായിട്ടാണ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അപ്പൊ അവരുടെ ഉള്ളിലുള്ള നല്ല നല്ല കഴിവുകളെ പുറത്തെടുത്തുകൊണ്ട് നല്ല മക്കളായി വളർത്താനായി നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറാന ദേവാലയത്തിൽ 8-ാം ആചരണത്തോടെ തിരുനാളിന് കൊടിയിറങ്ങി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോതമംഗലം സെന്റ് ജോൺ മൈനർ സെമിനാരി വൈസ് റെക്ടർ ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത് തിരുനാളിന് കൊടിയിറക്കി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറാന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരുമ്പൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ ബാബു ജോർജ് വടക്കൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുനാൾ 8-ാം ആചരണങ്ങൾക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, ചീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദോട്ടമുണ്ടായിരുന്നു. വൈകിട്ട് കാഴ്ചശീവേലി നടന്നു. ചെറുശ്ശേരി കുട്ടന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് തങ്കമണി പുറക്കോട്ട്, സെക്രട്ടറി രാമചന്ദ്രൻ വാത്തിയത്ത്, ട്രഷറർ ബാബുരാജ്, വൈസ് പ്രസിഡന്റ് രവി നെച്ചിക്കോട്ട്, ജോയിന്റ് സെക്രട്ടറി സതീഷ് കിഴക്കോട്ടിൽ, ഓഡിറ്റർ ശ്രീലേഖ ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. പടിയം ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അവസ്ഥയല്ല ഇപ്പോൾ ഒന്ന്. അത് വലിയ മാറ്റങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കലികാലത്തിൽ ഭക്തിയും നാമജപത്തിനൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിലേക്കുള്ള ജനങ്ങളുടെ ഒരു ആരാധനയ്ക്കായിട്ട് വന്നെത്തുന്ന ക്ഷേത്രങ്ങളിലെ ജനങ്ങളുടെ ഒരു നമ്പർ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുപോലെ ഭക്തിയും ബഹുമാനത്തോടും കൂടിയിട്ട് അങ്കണങ്ങളിൽ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഒരു ചെറുപ്പക്കാലത്ത് ഒരു പക്ഷേ ക്ഷേത്രങ്ങളൊക്കെ വളരെ ഭക്തരുടെ എണ്ണം വളരെ കുറവുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വളരെ മാറ്റം വന്നിട്ടുണ്ട്. പ്രസിഡന്റ് സുധരൻ എരനെഴുത്ത് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർമാരായ സിദ്ധാർത്ഥൻ കളത്തിൽ, രാജീവ് സുകുമാരൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി പാതൂർമഠം രാമചന്ദ്രസ്വാമി, ട്രഷററും അന്തിക്കാട് ദേവസ്വം ഓഫീസറുമായ KN ബാബുരാജ്, മുഖ്യ രക്ഷാധികാരി രാമൻകുട്ടി നെടുങ്ങാട്ട്, ഓഡിറ്റർ രാധിക രാജേഷ് കളപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്തസംഗീത പരിപാടികൾ അരങ്ങേറി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ കൺവെൻഷൻ നടത്തി. AKTS സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള വാർഷിക റിപ്പോർട്ടും ട്രഷറർ PP പ്രസീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ദിൽസ പ്രദീപ് കുമാർ, KV ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം ഷിജി ശാസ്ത്രി എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരെ ആദരിച്ചു. ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ തൃക്കണാമതിലകം യൂണിറ്റിന് കെവിൻ രാജ് മെമ്മോറിയൽ റോളിംഗ് ട്രോഫി നൽകി.
അംഗത്വം നിലനിർത്തിപ്പോരുന്ന സംഘടനകൾ ഏതൊക്കെ? ഇതാണ് ചോദ്യം. അന്ന് രേഖാമൂലം നിയമസഭയിൽ നൽകിയ മറുപടി സംഘടനകളുടെ എണ്ണം 4 കൃത്യമായി വാർഷിക റിട്ടേൺസ് കൊടുത്ത് അംഗത്വം പുതുക്കി വരുന്ന ഒരേ ഒരു സംഘടന അത് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനമാണ്. ഞാനിതിങ്ങനെ സൂചിപ്പിച്ചത് വളരെ വേഗത്തിൽ നമ്മൾ മറവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മെമ്മറി മുഴുവൻ നമ്മൾ പണയപ്പെടുത്തി വെച്ചേക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമ്മേളനം നടത്തി. കയ്പമംഗലം ഫിഷർമാൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ദീപാകരൻ കുറുപ്പത്ത് അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ, മാനവശേഷി വികസന സമിതി സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, വേദവ്യാസ ക്ഷേത്രസമിതി സംസ്ഥാന കൺവീനർ മണി കാവുങ്ങൽ, ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി, താലൂക്ക് സെക്രട്ടറി KK ജയൻ, ജോയിന്റ് സെക്രട്ടറി രജിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ ആയിരക്കണക്കിന് സിസ്റ്റം ഇനിയുണ്ട്. പണ്ട് നാരദ മഹർഷിയോട് ദേവേന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സകല പുസ്തകവും വായിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് വായിക്കാനായിട്ടൊന്നുമില്ല. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, തിരുമേനികൾ വന്നേ എന്ന് പറഞ്ഞു. അങ്ങ് വായിച്ചത് എന്തോരുണ്ട്? ഇത് മുഴുവൻ ഞാൻ വായിച്ചത്, ഇതിന്റെ ഒക്കെ ഗ്രാഹിനികൾ തൊട്ടപ്പുറത്ത് കാണിച്ചുണ്ട്, ഇതൊന്നും നോക്കിയെന്ന് പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ വായിക്കാത്തത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് 100 സംഭവം കൈവിട്ടു പോയി, നമുക്ക് നടത്താൻ പറ്റിയില്ല. പക്ഷെ ആയിരക്കണക്കിന് ഇപ്പുറത്ത് നിലനിൽക്കുന്നു. കാരണം മാറ്റം, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ രീതി മാറിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ വിദ്യാഭ്യാസത്തിൽ ഊന്നി പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MK സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VS കൃഷ്ണൻ, ട്രഷറർ സുചിത്ര സന്തോഷ്, സ്വപ്ന രാധാകൃഷ്ണൻ, അനുമോൾ, NG അയ്യപ്പൻ, ഷിജി രമേശ്, മുനീറ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. റിട്ടയർമെന്റ് ആനുകൂല്യ വ്യവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്നും പ്രസവാനുകൂല്യ കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണമെന്നും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുമെന്നുള്ള വാഗ്ദാനം പാലിക്കണമെന്നും തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വാടാനപ്പള്ളി ഏരിയ കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുന്നോട്ട് വരികയും നമ്മളെ സഹായിക്കാനോ തയ്യാറായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് നമ്മൾ ഒരു കൂട്ടായി നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ സമരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിന് ഒരു ശക്തി വന്നാലും തടയാനും കഴിയില്ല. അത്തരത്തിലുള്ള ഒരു വലിയ നീക്കത്തിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഈ സമയത്താണ് ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള അവഗണനയുടെ ഭാഗം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സമരം നടക്കാനിരിക്കുന്ന ഒരു വശത്ത്, മറ്റൊരു വശത്ത് നമ്മൾ 29-ാം തീയതി തൃശ്ശൂരിൽ വെച്ചിട്ടല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും വെച്ചുകൊണ്ട് പഠന നേതൃത്വ ക്യാമ്പുകൾ നടക്കാൻ പോവുക. എല്ലായിടത്തും നടന്നു കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂര്, മലപ്പുറം, പാലക്കാട് ജില്ലകൾക്ക് വേണ്ടി 29-ാം തീയതി ടൗൺ ഹാളിൽ വെച്ച് ആ വലിയൊരു പഠന നേതൃത്വ ക്യാമ്പ് നടക്കാൻ പോവുക. നാട്ടിക താണിശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വീട്ടുവന്തറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് ദീപാരാധന, നിർമ്മാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മിനി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 9-നാണ് ക്ഷേത്ര മഹോത്സവം. വർണ്ണാഭമായി കഴിമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്ര മഹോത്സവം. കഴിമ്പ്രം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം മകരപ്പത്ത് മഹോത്സവത്തിൻ്റെ ഭാഗമായി രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. 7 ആനകൾ അണിനിരുന്ന ശിവേലിയിൽ ഗജവീരൻ പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റി. ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പൂരം വരവ്, റോഡ് ഷോ, അവതരണത്തിൽ ഹരിശ്രീ കലാസമിതി തേഞ്ഞിപ്പാലത്തിൻ്റെയും അഗോരി ആർട്സ് പാലക്കാടിൻ്റെയും നൃത്തങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് SN പുരം തിലകൻ്റെ നേതൃത്വത്തിൽ 101 മേള കലാകാരന്മാർ അണിനിരുന്ന പാണ്ടിമേളം ഉണ്ടായി. വൈകിട്ട് അന്നദാനവും നടന്നു. 7-ന് ദീപാരാധന, 7:15-ന് പറവൂർ ബിജു അവതരിപ്പിച്ച വർണ്ണമഴ, 8-ന് തിരുവനന്തപുരം സംഘചേതനയുടെ ലക്ഷ്മണരേഖ എന്ന നാടകവും പള്ളിവേട്ടയും, തുടർന്ന് രാത്രി എഴുന്നള്ളിപ്പും നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ശാന്തി, ക്ഷേത്രം മേൽശാന്തി മനോജ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ശശീധരൻ, ഹരിദാസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ബാലസമൂഹം USA ഉത്സവ വസ്ത്രം വഴിപാടായി നൽകിയിരിക്കുന്നു. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവത്തിന് സമാപനമായി. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, ഉച്ചയ്ക്ക് പൊന്നൻ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി കിഷോർ PS, ട്രഷറർ കണ്ണൻ PS എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജനുവരി 31-നാണ് ക്ഷേത്ര മഹോത്സവം. വലപ്പാട് ബീച്ച് ഇരിങ്ങത്തുരുത്തി ശ്രീ ഭദ്രകാളി നാഗദേവതാ ക്ഷേത്രത്തിൽ സർപ്പക്കളം നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, പന്തീരടി പൂജ, പരിവാര ദേവതകൾക്ക് കലശാഭിഷേകം, തുടർന്ന് സർപ്പങ്ങൾക്ക് നൂറും പാലും, അഷ്ടനാഗക്കളം, എഴുന്നള്ളിപ്പ്, ദേവിക്ക് നവകം, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് ദീപാരാധന, ഭഗവത് സേവ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സുധീഷ് ഭരതൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജനുവരി 26 പ്രതിഷ്ഠാദിന മഹോത്സവം. രാവിലെ മഹാഗണപതി ഹവനം, ദേവിക്ക് എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ശീവേലി എഴുന്നള്ളിപ്പ്, ദീപാരാധന, പറയെടുപ്പ്, രാത്രി അത്താഴപൂജ, ഗുരുതർപ്പണം എന്നിവ നടക്കും. പരമശിവൻ ഗുരുവരുടെ കഥാരൂപണമേ നിത്യവും ഞാനിതാ കൈതോടുന്നേ. വലപ്പാട് ചരുവിൽ ഭഗവതി ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് കൊടിയേറ്റ കർമ്മം, നാഗക്കാവിൽ പാലും നൂറും, ഗുരുമുത്തപ്പന് രൂപക്കളം, ഉച്ചയ്ക്ക് കരിങ്കാളി ദേവിക്കും വീരഭദ്രസ്വാമിക്കും രൂപക്കളവും പാട്ടും, രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും നടന്നു. ക്ഷേത്രം ശാന്തിമാരായ അഭിറാം, ഷൈൻ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് CV കുട്ടൻ, സെക്രട്ടറി CB രാജീവ്, ട്രഷറർ പവിത്രൻ ആനവിഴുങ്ങി, ജോയിന്റ് സെക്രട്ടറി CG സുഭാഷ്, വൈസ് പ്രസിഡന്റ് CK സദാശിവൻ, രക്ഷാധികാരികളായ സുകുമാരൻ നാട്ടിക, ശ്രീധരൻ തൃപ്രയാർ, ശശിധരൻ ഒളരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദേവിക്ക് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് കുടുംബത്തിലെ 80 വയസ്സ് തികഞ്ഞവർക്കുള്ള ആദരവും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ നിതീഷ് ENT, വൈസ് പ്രസിഡന്റ് രാജു, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, രക്ഷാധികാരികളായ ജയതിലകൻ ഇയാനി ഞായക്കാട്ട്, രാമകൃഷ്ണൻ ഇയാനി തറ, ഡോക്ടർ സുരേഷ് ഇയാനി കോറോത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനുവരി 28-നാണ് ക്ഷേത്ര മഹോത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ നടന്നതിൽ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ പെരുങ്ങോട്ടുകരയുടെ അഭിമാനം ഗൗരി P ജ്യോതിഷിനെ താന്യം മണ്ഡലം കോൺഗ്രസ് 6-ാം വാർഡ് കമ്മിറ്റി വസതിയിലെത്തി അനുമോദിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചാടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ സുബീഷ് വള്ളിയിൽ, ഷിബിദാസ് സലീഷ്, സലീഷ് കരിപ്പാറ, തിലകൻ, ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു. കിഴക്കുമുറി പൂക്കാട്ട് ജ്യോതിഷിൻ്റെയും സിമി C ജ്യോതിഷിൻ്റെയും മകളാണ്. ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരള കലോത്സവത്തിൽ നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡ് വാങ്ങിച്ച ഗൗരി ജ്യോതിഷിനെ അനുമോദിക്കാൻ കിട്ടിയ ഈ അവസരം ഒരു ഏറ്റവും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ അനുമോദനം കൊടുക്കുന്ന വാർഡ് കമ്മിറ്റി ഞാൻ ഹൃദയം നിറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഗൗരി ജ്യോതിഷിന് ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും നെഹ്റു സെൻറ്ററുകാർ എല്ലാവർക്കും ഇന്ന് ഇങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഹിന്ദി പ്രസംഗത്തിന് സ്റ്റേറ്റിൽ പോകുന്നു, നിങ്ങളെല്ലാവരും വന്ന് എന്നെ ആദരിക്കുന്നു. വളരെ സന്തോഷം. പിന്നെ ഈ ആദരവ് ഞാൻ ജീവിതത്തിലുടനീളം മനസ്സിൽ വയ്ക്കുന്നു പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസ് സഹദായയുടെ 526-ാം അമ്പ് തിരുനാളോടനുബന്ധിച്ച് ചാരിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാനം, കേശദാനം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. രക്തദാനം ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയുമായും കേശദാനം അമല മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് സംഘടിപ്പിച്ചത്. ക്യാൻസർ രോഗബാധയാൽ മുടി നഷ്ടപ്പെട്ടവർക്ക് സൗജന്യ വിഗ് നൽകുന്നതിൻ്റെ ഭാഗമായാണ് അമല മെഡിക്കൽ കോളേജ് ഈ കേശദാന ക്യാമ്പയിനിൽ സഹകരിച്ചത്. ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിലിനോടൊപ്പം ചാരിറ്റി കമ്മിറ്റി കൺവീനർ CB ANDയും ചാരിറ്റി കമ്മിറ്റി അംഗങ്ങളും കൈക്കാരന്മാരും ക്യാമ്പയിന് നേതൃത്വം നൽകി. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 50 കിലോ വിഭാഗത്തിൽ 16 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയ പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി +1 വിദ്യാർത്ഥി അയൺ പ്രഭ CS വസതിയിലെത്തി അനുമോദിച്ചു.
പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറിയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ജഗദീഷ് രാജ് വാളമുക്ക്, പോൾ പുരിക്കോട്ടിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി, ജനാർദ്ദനൻ പൂക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഒട്ടനവധി ആളുകൾ പല ജില്ലകളിൽ നിന്നും ഇത് കരാട്ട അഭ്യസിച്ച് വന്ന് അതിൽ നിന്ന് വെങ്കല മെഡലാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ പെരുങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അയൻ പ്രഭ. അപ്പോൾ നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് തന്നെ ഒരു ആയോധന കല നമുക്ക് ഈ കരാട്ട എന്നുള്ള ഒരു പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ കരാട്ടയിലൂടെ നമുക്ക് സ്വായത്തമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ വെങ്കല മെഡൽ നേടിയതിൽ നമ്മുടെ താനും പ്രദേശത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഹൃദയപൂർവ്വം നേടിയാണ്. എനിക്ക് ഇത്ര നല്ല സ്വീകരണം എന്ന കൾച്ചറൽ പെരിങ്ങോട്ടുകര കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് നന്ദി. പിന്നെ ഇത്ര നാൾ എൻ്റെ കൂടെ കൂട്ടുനിന്ന എൻ്റെ മാഷും പിന്നെ എൻ്റെ ഫാമിലി എല്ലാവർക്കും നന്ദി. ഏറ്റവും കൂടുതൽ മാഷ് നല്ലോണം നിന്നുണ്ട്, ഈശ്വര മാഷ്. പിന്നെ ഫാമിലി എല്ലാ സപ്പോർട്ടും തന്നുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിക തൃപ്രയാർ സഹോദര പരിപാലന യോഗത്തിന്റെ ഗുരുസ്പർശം സ്മരണിക പ്രകാശനം ചെയ്തു. മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ ഡോക്ടർ BR അംബേദ്കർ സ്മൃതി പുരസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് സമ്മാനിക്കും. അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.